നമസ്കാരം. നമ്മുടെ പുതിയ യാത്ര ഇവിടെ തുടങ്ങുവാണ്. ഇത്തവണ പോകുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ ഭാഗങ്ങളിലേക്കാണ്. ഒരുപാട് നാളായി ഇപ്പോൾ കൊങ്കൺ വഴി യാത്ര പോയിട്ട്. ഇത്തവണ അതിലൂടെയുള്ള ഒരു യാത്രയാണ്. ഞങ്ങൾ ആദ്യം പോകുന്നത് കർണാടകയിലെ കാർവാറിലേക്കാണ്. ഞങ്ങളിപ്പോൾ വീട്ടിലാണ്. ഇവിടുന്ന് നേരെ ബസ് കയറി നീലേശ്വരം പോകും. അവിടുന്ന് ട്രെയിൻ കയറി മംഗളൂരു നിന്നാണ് കാർവാറിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. രാവിലെ 7 മണിയായേ. ഇതാണ് ഞങ്ങളുടെ തറവാട് വീട്. ഇത് ഓടിട്ട വീടാണ്, പക്ഷെ അതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാരണം ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വീടില്ലേ, ഇതിപ്പോൾ ഉടനെ തന്നെ പൊളിക്കുവാണ്. നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഈ വീട് ഇവിടെ ഉണ്ടാവില്ല. ഒരുപാട് ഓർമ്മകളാണ് ഞങ്ങൾക്ക് 2 പേർക്കുള്ളത്. ഇതിവിടെ ഇപ്പോൾ പൊളിച്ചതിന് ശേഷം നല്ലൊരു വീട് ഇവിടെ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഒരുപാട് വിഷമല്ലേ അതൊക്കെ പൊളിക്കുന്നത് കേൾക്കുമല്ലേ? എന്തും പറഞ്ഞാണല്ല, എനിക്കായാലും മനുവിനും ഭയങ്കര നമ്മൾ പഴയ കാലത്തെ കാര്യങ്ങളെല്ലാം ഓർക്കുന്ന സമയത്ത് വല്ലാണ്ടൊരു വിഷമം വരും. ഇപ്പം ഞങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് പൊളിക്കുന്നതാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ചെറിയ സമയത്ത് JCB വന്ന് പൊളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങളിപ്പോൾ നീലേശ്വരത്തെത്തി. ഇവിടെ വന്ന സമയത്ത് ഇതാ ഏറനാട് എക്സ്പ്രസ് മംഗളൂരു തിരുവനന്തപുരം. ഇത് ഇവിടുന്ന് എടുത്തു. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണിത്. ഗാന്ധിധാമിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് പോകുന്ന ഹംസഫർ ഇതാ കടന്നു വരികയാണ്. WAP 5 ആണ് ലോക്കോമോട്ടീവ്. നീലേശ്വരത്ത് നിന്ന് മംഗളൂരു സെൻട്രലിലേക്ക് ഞങ്ങൾ പോകുന്ന ട്രെയിൻ ഇതാണ്. തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 8:55 പുറപ്പെട്ട വണ്ടി മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്, S2. കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ വലിയ നഗരമായ കാഞ്ഞങ്ങാടേക്ക് ട്രെയിൻ എത്തി. ഇവിടേക്ക് മറ്റൊരു ട്രെയിൻ വരുന്നത് കാണാം. KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ്. ഈ ട്രെയിൻ തന്നെയാണ് റേക്ക് ഷെയറിംഗ് ആയിട്ട് ബംഗളൂരു മുരുടേശ്വർ എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം കാസർഗോഡ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. കാസർഗോഡ് ഭാഗത്ത് നിന്ന് മംഗളൂരു ജംഗ്ഷനിലേക്ക് പോകുന്ന ലൈനാണിത്. നമ്മളിപ്പോൾ നേരെ സെൻട്രൽ ഭാഗത്തേക്കുള്ള ലൈനിലേക്ക് കയറി. 11 മണി ട്രെയിൻ ഇപ്പോൾ മംഗളൂരു സെൻട്രലിലേക്ക് ഇതെത്തുകയാണ്. ഇവിടെയാണ് യാർഡ്. മാവേലിയും മലബാറും മാംഗ്ലൂർ, ചെന്നൈ മെയിലും അതൊക്കെ ഇവിടെയുണ്ട്. ഇത് മുംബൈയിൽ നിന്ന് മംഗളൂരിലേക്ക് വന്ന മത്സ്യഗന്ധ എക്സ്പ്രസ് ആണ്. ഉച്ചയ്ക്ക് ശേഷം ഇത് തിരുവനന്തപുരത്തേക്ക് പോകും. നമ്മളിപ്പോൾ വന്ന ഈ വണ്ടിയില്ലേ, ഇത് തന്നെയാണ് ഉച്ചയ്ക്ക് 2:20 മുംബൈയിലെ ലോക്മാന്യ തിലകിലേക്ക് പോകുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ്. റേക്ക് ഷെയറിംഗ് ഉണ്ട്. കാർവാറിലേക്ക് പോകണമെങ്കിൽ ഇതിനും പോവാം, പക്ഷേ ഞങ്ങളിതിന് പോകുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസിൻ്റെ ബോർഡിതാ മത്സ്യഗന്ധ എക്സ്പ്രസ് ആയിട്ട് മാറ്റുകയാണ്. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. മുമ്പ് ഇവിടെയായിരുന്നു പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായത്. ഇപ്പം ഇതാ ഈ ഭാഗത്തേക്കായി. ഇവിടെ മുതൽ തന്നെ
നിര കാണാം. അവിടെയാണ് ആ ഒരു കൗണ്ടറൊക്കെ വരുന്നത്. മംഗളൂരുവിലാകെ 2 റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത്. ഒന്ന് മംഗളൂരു സെൻട്രൽ, മറ്റൊന്ന് മംഗളൂരു ജംഗ്ഷൻ. കാർവാറയൊക്കെ പോകാനുള്ള ട്രെയിൻ ഉള്ളത് മംഗളൂരു ജംഗ്ഷനിൽ നിന്നാണ്. അവിടുന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുംബൈയിലെ CSMTയിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റിനാണ് ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ജംഗ്ഷനിലേക്ക് ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട്. പ്രീപെയ്ഡ് ഓട്ടോകളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 100-150 രൂപയ്ക്ക് അതിന് ചാർജ് ആവും. ഞങ്ങൾ അതിനല്ല പോകുന്നത്, ബസ്സിനാണ് പോകുന്നത്. അതായത് ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററിന് അടുത്ത് ദൂരമുള്ള ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക്. ആ ബസ് സ്റ്റാൻഡിന്റെ പേര് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് എന്നാണ്. അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജംഗ്ഷനിലേക്കൊക്കെ പോകുന്ന ബസ് കിട്ടും. സ്റ്റേറ്റ് ബാങ്ക് ബസ് സ്റ്റാൻഡിലെത്തിയ ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ കാണാം. ഉടുപ്പി കുന്താപുര ഭാഗത്തേക്കുള്ള ബസ്സാണിത്. പിന്നെ ഒരുപാട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ നമുക്ക് കാണാം. മണിപ്പാൽ, അങ്ങനെ ഇതൊക്കെ ഇവിടെ നിർത്തിയ ബസ്സുകളാണ്. കുറച്ച് ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഓടുന്ന ബസ്സുകളൊക്കെ ഉണ്ട് ഇവിടുന്ന്. ഇവിടെ ബസ്സിന് ഓരോരോ നമ്പറുകളുണ്ട്. 11ാം നമ്പർ ബസ്സിലാണ് നമുക്ക് മംഗളൂരു ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകാനുള്ളത്. അത് ഇവിടെ ഇപ്പോൾ വരും. 11ാം നമ്പർ മാത്രമല്ല 9ാം നമ്പർ ബസ്സിലും കയറാം. ഇത് 9ാം നമ്പർ ബസ്സാണ്. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല. ബസ് സ്റ്റാൻഡിൽ ഇതേ ബസ് എടുത്തു. ഇതിൻ്റെ മുന്നിൽ മറ്റൊരു ബസ്സുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വാശിക്കാണ് പോകുന്നത്. കർണാടക RTC, ഇത് നമ്മുടെ KSRTC. ഈ ഭാഗത്താണ് ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റൽ ഉള്ളത്. ഇത് കഞ്ചനാടിയാണ്. ഇത് കുറച്ച് പോയാൽ തന്നെ ഹൈവേ കാണാം. ഈ മാംഗ്ലൂരിലേക്ക് ഒരുപാട് KSRTCകളാണ് വരുന്നത്. ചെയിൻ സർവീസാണ് കാസർഗോഡ് ഭാഗത്ത് നിന്ന്. ഇനി കുറച്ച് പോയ ഉടനെ തന്നെ പമ്പുവിലെത്തും. അവിടെയാണ് ഹൈവേ. ഇപ്പം തന്നെ എത്ര KSRTC ഉണ്ട്. ഇവിടെയാണ് ഹൈവേ ഉള്ളത്. പമ്പുവൽ. ഇത് ആ ഭാഗത്തേക്കാണ് കാസർഗോഡ്. മംഗളൂരു കാസർഗോഡ് ബസ്സാണിത്. ഈ ബസ്സിലാണ് വന്നത്. ഒരാൾക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഈ വഴിക്ക് തന്നെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതുവഴിയാണ് സ്റ്റേഷനിലേക്ക് പോകാനുള്ളത്. ഇവിടുന്ന് വളരെ അടുത്ത് തന്നെ ആയി റെയിൽവേ സ്റ്റേഷൻ. ആ ഓട്ടോറിക്ഷ നിൽക്കുന്ന ആ ഒരു വഴിയില്ല, അതാണ്. ശരിക്കും പറഞ്ഞാൽ ബസ്സിന് വരുന്നതിനാണ് എളുപ്പം എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളിന്ന് പോകുന്ന മുംബൈ CST വണ്ടിയില്ലേ, അതിപ്പോൾ മുംബൈയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ രാത്രി 9:54 മുംബൈ CST പുറപ്പെട്ടത്. ഇവിടെ ഏകദേശം ഒരു 12:45 1 മണിയോടുകൂടിയാണ് വണ്ടി എത്തേണ്ടത്. എന്നിട്ട് ആകെ വളരെ കുറച്ച് സമയത്ത് മാത്രമേ മംഗളൂരു ജംഗ്ഷനിൽ ആ വണ്ടി ഉണ്ടാവുള്ളൂ. അതായത് 2 മണിക്ക് തന്നെ തിരിച്ചു പോകും. ആ സമയത്തിനുള്ളിൽ തന്നെയാണ് വാട്ടറിങ്ങും കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നോൺ മൺസൂൺ സമയമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നത്. അത് വേറൊന്നുമല്ല, മൺസൂൺ സമയത്താണെങ്കിൽ ടൈം വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് ഡിലേ ആയിട്ടൊക്കെ ചില സമയത്ത് മംഗളൂരു ജംഗ്ഷനിൽ എത്തുക. അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ റീഷെഡ്യൂളൊക്കെ ചെയ്യാറുണ്ട്. മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗമൊക്കെ ഇപ്പോൾ അട്ടിമുട്ടി മാറി നല്ലൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷനായി. സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമൊക്കെ ഇവിടെയാണ്. നമുക്ക് പോകാനുള്ള വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. മിക്കവാറും അതൊക്കെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെ ആവാനായിരിക്കും ചാൻസ്. എന്തായാലും നമുക്കിവിടെ പോയിട്ട് നോക്കാം, ഒന്നും കൂടെ കൺഫേം ചെയ്യാം. മംഗളൂരു ജംഗ്ഷനിലാകെ 3 പ്ലാറ്റ്ഫോമുകളേ ഉള്ളൂ. അപ്പോൾ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരിക. മംഗളൂരു ജംഗ്ഷന്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് മംഗളൂരു ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് കടന്നു വരികയാണ്. മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് ടു മംഗളൂരു ജംഗ്ഷൻ
Mumbai Chhatrapati Shivaji Maharaj Terminus Mangaluru Junction Superfast Express will arrive shortly on platform number 2. WP7 ആണ് ലോക്കോമോട്ടീവ്. ലല്ലാഗുഡ. ഞങ്ങളിതിൽ അവസാനം യാത്ര ചെയ്ത സമയം, അതായത് കഴിഞ്ഞ വർഷമാണ് യാത്ര ചെയ്തത്. ആ സമയത്ത് ഉത്കൃഷ്ട കോച്ചായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് LHPയിലേക്ക് മാറി. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ്. ഇനിയിപ്പം ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തന്നെ നടത്തി വരും ഇവിടെ തന്നെ. വളരെ കുറച്ച് സ്ലീപ്പറുകളൊക്കെ മാത്രമേ ഉള്ളൂ. ഇത് ചെറിയ ട്രെയിനാണ് ശരിക്കും പറഞ്ഞാൽ, അധികം കോച്ചുകളില്ല. ഇതിൻ്റെ അൺറിസർവ്ഡിലൊന്നും വലിയ തിരക്കേ ഇല്ല. ഇനിയിപ്പോൾ ഇവിടുന്നായാലും ഇതാ കയറാൻ ആൾക്കാരേ ഇല്ല എന്ന് പറയാം. ಪ್ರಯಾಣಿಕರೇ ದಯವಿಟ್ಟು ಗಮನಿಸಿ, ರೈಲು ಗಾಡಿ ಸಂಖ್ಯೆ 121233 ಮುಂಬೈ CSMT ಮಂಗಳೂರು ಜಂಕ್ಷನ್ ಸೂಪರ್ ಫಾಸ್ಟ್ ಎಕ್ಸ್ಪ್ರೆಸ್. ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലേക്ക് വന്നേ. ഇപ്പോൾ 1:15. കോച്ചുകളൊന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു നെയിം ബോർഡൊക്കെ കാണാം. മംഗളൂരിൽ നിന്ന് മുംബൈയിലേക്ക് പോകുമ്പോൾ ഈ ട്രെയിനിൻ്റെ നമ്പർ 121-34. അപ്പോൾ ഇവിടെ 2 ഭാഷകളിലാണ് പേരൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് സെൻട്രൽ റെയിൽവേൻ്റെ വണ്ടിയാണ്. 2017 നിർമ്മിച്ച S4 കോച്ചിലാണ് ഇന്ന് യാത്ര. ഇവിടെ മംഗളൂരു എക്സ്പ്രസ് എന്നൊക്കെ എഴുതി കാണാം. ഞങ്ങളുടേത് സൈഡ് ലോവറും സൈഡ് അപ്പറാണ്. പക്ഷേ ഇവിടെ ഇതുവരെയായിട്ടും കോച്ചുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ക്ലീനിങ് തന്നെയാണ്. ഇവിടെ നല്ല വെയിലാണ്. ആ ഒരു ഭാഗത്തേക്ക് പോയി നിൽക്കാം. എന്തായാലും 1:30 ആവും തുറക്കാൻ വേണ്ടിയിട്ട്. S4 കോച്ചിൽ ഞങ്ങളുടെ ബെർത്ത് ഉള്ളത് ദാ ഇവിടെയാണ്. 32 ഒരു സൈഡ് അപ്പർ, 31 സൈഡ് ലോവർ. പ്രിഫറൻസ് കൊടുത്തെടുത്ത് തന്നെയാണ്. ഇത്തവണ എന്തോ ഭാഗ്യത്തിന് കിട്ടി. ട്രെയിനിൽ കയറി ഉടനെ തന്നെ ഞങ്ങൾ ചോറ് കഴിക്കുവാണേ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ രാവിലെ തന്നെ ആക്കി തന്ന ചോറും, ഇത് മുട്ടയാണ്, പിന്നെ ഇത് സാമ്പാറും. ഈ രാവിലെ നല്ല തണുപ്പല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ ഉച്ച സമയത്ത് കഴിക്കുമ്പോൾ ചോറിനൊക്കെ നല്ല തണുപ്പാണ്. മംഗളൂരു ജംഗ്ഷൻ മുംബൈ CSMT സൂപ്പർഫാസ്റ്റിനെ പറ്റി പറയുമ്പോൾ ബൈന്ദൂരിലേക്ക്, അതായത് മൂകാംബികയിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. നല്ലൊരു സമയത്ത് തന്നെയാണ് ഇത് ബൈന്ദൂരിലെത്തുന്നത്. ഇനി ഗോവയിലേക്ക് പോവുകയാണെങ്കിൽ മഡ്ഗാവിൽ ഇത് 7 മണിക്കുള്ളിൽ തന്നെ എത്തും. പിന്നെ മുംബൈയിൽ ഇത് നാളെ വെളുപ്പിനാണ് എത്തുക. ഈ ട്രെയിനിൽ ഇപ്പോൾ കൂടുതലുള്ളത് മലയാളികളാണ്. ഒരുപാട് പേര് മൂകാംബികയിലേക്ക് പോകാനുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഗോവയിലേക്കും ഉണ്ട്. നമ്മളിന്ന് കാർവാറിലേക്കാണല്ലോ പോകുന്നത്. ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിന് വന്ന ടിക്കറ്റ് ചാർജ് 260 രൂപയാണ്. മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് ഇതാ കറക്റ്റ് 2 മണിക്ക് തന്നെ ട്രെയിൻ എടുത്തു. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിന് സൂറത്കല്ലാണ്. മംഗളൂരു ജംഗ്ഷനും നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ഭാഗമില്ലേ, ഇതൊക്കെ സദേൺ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷന് കീഴിലുള്ള ഭാഗങ്ങളാണ്. തൊക്കൂര് മുതലാണ് കൊങ്കൺ റെയിൽവേയിലേക്ക് കയറുന്നത്. കുലശേഖര ടണൽ. ഈ സമയത്ത് കൊങ്കൺ റെയിൽവേയിലൂടെ പോകുമ്പോൾ നല്ല ചൂടാണ്. ഒരു ട്രെയിൻ വരുന്നത് കാണാം, ഓഖ എറണാകുളം എക്സ്പ്രസ്. ഇങ്ങിവിടെ ആ മലയുടെ മുകളിൽ ഒരു കെട്ടിടം കാണാം. അത് ഇപ്പോൾ ഇവിടെ നിന്ന് കാണില്ല, കുറച്ച് ദൂരത്ത് നിന്ന് നോക്കണമായിരുന്നു. അവിടെയാണ് മംഗളൂരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. ഇവിടെയാണ് ആ ഒരു എയർപോർട്ട്. ഇതൊരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. അങ്ങ് അവിടെ ഇതാ മംഗളൂരു ഇൻ്റർനാഷണൽ എയർപോർട്ട്. 2010 ഇവിടെ വലിയൊരു അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഒരുപാട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ട്രെയിൻ ഇപ്പോൾ സൂറത്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തേ. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. മത്സ്യബന്ധന എക്സ്പ്രസ്സിന് പോകാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ അതും വരുന്നുണ്ട്. ഈ റോറോ സർവീസ് ഇല്ലേ, അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെയിൻ ഇപ്പോൾ ഇന്നാഞ്ചി എന്നൊരു സ്റ്റേഷനിൽ നിർത്തിയ ക്രോസിംഗ് ആണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ്. ഈ ട്രെയിനിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇനി പറയാം. ഈ ട്രെയിൻ ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ എവിടെയും സ്റ്റോപ്പില്ല. എന്തിന് കാസർഗോഡ് പോലും സ്റ്റോപ്പില്ല. കോട്ടയം ഭാഗത്ത് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. ചങ്ങനാശ്ശേരിയിലൊക്കെ ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. ഞങ്ങൾ ഒരു 2023 ഈ ട്രെയിനിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലീപ്പർ ക്ലാസ് ആയിരുന്നു. വഡോദരയിൽ നിന്ന് മംഗളൂരു ജംഗ്ഷനിലേക്ക്. വെയിറ്റ് ലിസ്റ്റ് 6-7 ഉണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തതാണ്. ചാർട്ട് പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് കൺഫേം ആവുമെന്ന് വിചാരിച്ച വണ്ടിയാണ്. വെയിറ്റ് ലിസ്റ്റ് 1-2 നിന്നു. ടിക്കറ്റ് കൺഫേം ആയില്ല. ഇപ്പോഴൊക്കെ 8 മണിക്കൂർ 10 മണിക്കൂർ മുന്നേയൊക്കെ ചാർട്ട് പ്രിപ്പയർഡ് ആവുമല്ലോ. അന്ന് വഡോദരയിൽ ട്രെയിൻ എത്തുന്നതിൻ്റെ 4 മണിക്കൂർ മുന്നെയാണ് ചാർട്ട് പ്രിപ്പയർഡ് ആയത്. കൺഫേം ആവാത്ത സമയത്ത് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നാട്ടിലേക്ക് വേറെ വണ്ടിക്ക് ടിക്കറ്റും ഇല്ല. അങ്ങനെ അവസാനം ജനറൽ ടിക്കറ്റ് എടുത്ത് ആ വണ്ടിയിൽ ഉറങ്ങാതെ ജനറൽ ക്ലാസ്സിൻ്റെ ഡോറിൻ്റെ ഭാഗത്തായി ഇരുന്ന് വന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അതൊരു 1.5 യാത്രയായിരുന്നു. വണ്ടി ഇപ്പോൾ വരും. ഏകദേശം ഒരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ട്രെയിൻ വളരെ സ്ലോ ആണ്. ഇതിൻ്റേതും ലല്ലാഗുഡേൻ്റെ WP7 ആണ്. ശരിക്കും ഇതൊരു നല്ല വണ്ടിയാണ്. ഇന്നലെ രാവിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് പുറപ്പെട്ട് ഇന്നിതാ വൈകുന്നേരം ആകുമ്പോൾ തന്നെ കേരളത്തിലെത്തിയല്ലോ. ഞങ്ങൾ എന്തായാലും ഇതിലൊരു യാത്ര വരും. എന്നാൽ ഒരു ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ അതൊക്കെ തീർക്കണം. ഒരു ദിവസം ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യാം. മംഗളൂരു വിട്ടാൽ പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ്. ഈ ട്രെയിനൊക്കെ എന്താണാവോ കാസർഗോഡ് പോലും സ്റ്റോപ്പില്ലാത്തതിൻ്റെ റീസൺ. 3:24 ട്രെയിൻ ഇപ്പോൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എനിക്ക് ഇവിടുന്ന് അത്യാവശ്യം നല്ല ആൾക്കാർ കയറാനുണ്ടാവും. മൂന്ന് 58 ട്രെയിൻ ഇപ്പോൾ കുന്താപുര സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇത് ഈ വണ്ടി എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ബൈന്ദൂരാണ്. പഞ്ചഗംഗാവലി റിവർ. ട്രെയിൻ ഇപ്പോൾ മൂകാംബിക റോഡ് ബൈന്ദൂരിലേക്ക് എത്തുകയാണ്. മൂകാംബികയിലേക്ക് പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. പ്ലാറ്റ്ഫോമിനൊക്കെ നല്ല വീതിയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ആകെ ഒരൊറ്റ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ട്രാക്കും. വെയിറ്റിംഗ് റൂമൊക്കെ ഈ ഭാഗത്താണ്.
ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് മൂകാംബികയിലേക്ക് വന്ന ട്രെയിൻ ഇതാണ്. ഇവിടെ വരെ ട്രെയിനിൽ വന്നു, ഇവിടുന്ന് ബസ് കയറി കൊല്ലൂരിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ മത്സ്യഗന്ധേനേക്കാളും എളുപ്പത്തിൽ, അതായത് വേഗത്തിൽ തന്നെ വരാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടി ഇതാണ്. കാരണം ഈ സമയത്ത് ഇവിടെ നമുക്ക് പുറത്തിറങ്ങി ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. പോയി കഴിഞ്ഞാൽ ബസ് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൊല്ലൂർ മൂകാംബിക ഭാഗത്തേക്ക് കിട്ടും. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ പോകാനുണ്ട്. ഞാൻ മത്സ്യഗന്ധേന്റെ കാര്യം പറയാൻ കാരണം വണ്ടി ലേറ്റ് ആയി കഴിഞ്ഞാൽ കൊല്ലൂരേക്ക് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. 6 മണി കഴിഞ്ഞാലൊക്കെ ബസ് താരതമ്യേന കുറവാണ്. ഇവിടുന്ന് പറഞ്ഞ പോലെ 30 കിലോമീറ്റർ പോകാനുള്ള ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്തുകയും ചെയ്യും. പിന്നെ ഇവിടെ തന്നെ പുറത്ത് തന്നെ നിങ്ങൾക്ക് ടാക്സി കിട്ടും, അതായത് കാറും കിട്ടും, ഓട്ടോയും കിട്ടും. ഓട്ടോയ്ക്ക് എത്ര മനു ഒരു 700 നേത്രാവതിക്കില്ലേ, അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കത്ത് റേറ്റ് വരും. അതുപോലെ തന്നെ പുറത്തൊരു ഹോട്ടലും താമസിക്കേണ്ട സൗകര്യമൊക്കെ ഉണ്ട്. ഈ ഭാഗത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ച ഇതാണ്. അതായത് ഇവിടുന്ന് ഓവർടേക്കിങ്ങോ ക്രോസിങ്ങോ ഒന്നും തന്നെ പറ്റില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ ഈ ഭാഗത്തേക്ക് കൂട്ടിയെടുക്കുവാണെങ്കിൽ പിന്നെയും അതൊക്കെ സോൾവായി കിട്ടും. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു ടണലാണ് ഇനിയുള്ളത്. ട്രെയിൻ ഇപ്പോൾ ബത്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. സ്റ്റേഷൻ ചെറിയൊരു കർവിലാണ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുരുടേശ്വരം. അവിടെ ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല. ഇനിയിപ്പം മുരുടേശ്വരം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഹൊന്നാവർ. അവിടെ ഒരു നദിയുണ്ട്, ശരാവതി. ആ നദിക്ക് മുകളിലൂടെ ഒരു പാലമുണ്ട്. ആ പാലത്തിന് വലിയൊരു പ്രത്യേകതയാണുള്ളത്. കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും നീളമേറിയ പാലം അതാണ്. അതിൻ്റെ ആകെ നീളം വരുന്നത് 2060 മീറ്ററാണ്, അതായത് 2 കിലോമീറ്ററിന് മുകളിൽ. ട്രെയിൻ ഇപ്പോൾ ഹൊന്നാവർ സ്റ്റേഷനിലേക്ക് എത്തിയ. ഇവിടെ നിലവിൽ ഈ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല, ക്രോസിംഗ് ആണ്. അതായത് മഡ്ഗാവ് നിന്ന് മംഗളൂരിലേക്ക് പോകുന്ന പാസഞ്ചർ അത് ഈ സ്റ്റേഷനിലേക്ക് തന്നെ ഒരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. മഡ്ഗാവിൽ നിന്ന് ഈ ട്രെയിനിൽ കയറി മംഗളൂരു എത്തിയാൽ അവിടുന്ന് വെസ്റ്റ് കോസ്റ്റിനുള്ളൊരു കണക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. അറക്കോണത്തിൻ്റെ
WP4 ആണ്. കറക്റ്റ് ഇതാ ഇവിടെ തന്നെ നിർത്തി. ഇതിപ്പോൾ ഇവിടുന്ന് ഹോൺ അടിക്കും. അതെടുത്തു. ഇത് ഫുൾ അൺറിസേർവ്ഡ് വണ്ടിയാണ്. നമ്മുടെ വണ്ടിയും ഇവിടുന്ന് എടുത്തു. ഇത് ഒരുപാട് റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയായത്. മടുകാവിന്ന് ഇപ്പോൾ മംഗളൂർക്ക് പോയിട്ട് മംഗളൂരിൽ നിന്ന് കോയമ്പത്തൂരേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ചെറുവത്തൂർ മംഗലാപുരം, അതുപോലെ തന്നെ മംഗലാപുരം കോഴിക്കോട് കണ്ണൂർ, അങ്ങനെ ഒരുപാട് വണ്ടികളായിട്ട്. ട്രെയിൻ ഇപ്പോൾ കുംട്ടയിലേക്ക് എത്തി. ബസ്സൊക്കെ വരുന്നതാണ്. ഇവിടുന്ന് ഷിമോഗ ഇല്ലേ, അതുപോലെ തന്നെ ജോഗ് ഫാൾസ്, ആ ഭാഗത്തേക്ക് പോകാൻ ഇവിടുന്ന് ബസ്സൊക്കെ കിട്ടും. ഗംഗാവലി നദിയാണിത്. സൂര്യൻ അസ്തമിക്കാനായി. ട്രെയിൻ ഇപ്പോൾ ഹാർവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെ ട്രെയിൻ നിർത്താൻ കാരണം ക്രോസിംഗ് ആണ്. കാർവാറിന്ന് KSR ബംഗളൂരിലേക്ക് വന്ന പഞ്ചഗംഗ ഇപ്പോൾ ഇതുവഴി കടന്നു വരും. ഡീസലാണ്. മിക്കവാറും ഇത് WDP4D ആവാനാണ് സാധ്യത. മംഗളൂരുവിൽ നിന്നും 252 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ കർണാടകയിലെ കാർവാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ആറ് 25 ഇവിടെ ഇപ്പോൾ വന്ദേ ഭാരതൊക്കെ വരാനുണ്ട്. മഡ്ഗാവ് മംഗളൂരു. നമ്മൾ വന്ന മുംബൈ CSMT സൂപ്പർഫാസ്റ്റ് ഇതാ ഇവിടുന്ന് പോവുകയാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പിന് മഡ്ഗാവാണ്. നാളെ വെളുപ്പിന് ഇത് CSMT റെയിൽവേ സ്റ്റേഷനിലെത്തും. നല്ലൊരു കിടിലൻ വണ്ടിയാണിത്. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് വരാനുള്ളത്, അതായത് ഈ പ്ലാറ്റ്ഫോമിൽ വരാനുള്ളത് മത്സ്യഗന്ധയാണ്. നമ്മളിന്ന് വന്ന വണ്ടിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. നമ്മുടെ റെയിൽ ഫാൻസിൻ്റെ ഇടയിൽ വിളിക്കുന്നൊരു പേരാണ് റോക്കറ്റ് എക്സ്പ്രസ്. അതായത് ഇതിൻ്റെ സ്പീഡ് തന്നെയാണ് മെയിൻ കാരണം. നിങ്ങൾ തന്നെ വീഡിയോയിൽ കണ്ടില്ലേ, ഇത് ഓരോ ടണൽ വഴി പോകുമ്പോഴായാലും പാലം വഴി പോകുമ്പോഴായാലും നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കാർവാർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമുകളേ ഉള്ളൂ. ഇവിടുന്ന് നമ്മുടെ മംഗളൂരു സൈഡിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു മലയാണുള്ളത്. ഇത് ആ മുന്നിലായി കാണാം. കൊങ്കൺ റെയിൽവേയിലെ ഒരു മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് കാർവാർ എന്ന് പറഞ്ഞത്. നമ്മൾ വലിയൊരു ടണൽ കഴിഞ്ഞിട്ടാണ് നേരെ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ മംഗലപുരം ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ വലിയൊരു മലയുണ്ട്. ആ മലേൻ്റെ താഴെയാണ് വലിയൊരു ടണൽ കൂടി ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മഡ്ഗാവ് ഭാഗത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ വലിയൊരു റിവർ ഉണ്ട്. അതിൻ്റെ പേര് വരുന്നത് കാളി എന്നാണ്. ഏകദേശം നമ്മൾ നേരത്തെ ശരാവതി റിവർ ബ്രിഡ്ജിൻ്റെ ഉണ്ടില്ല, അതായത് 2 കിലോമീറ്റർ മുകളിൽ വരുന്നത്. ഇത് പറഞ്ഞാൽ ഏകദേശം 1.5 കിലോമീറ്ററിന് മുകളിലാണ് ഇതിൻ്റെ ഒരു നീളം വരുന്നത്. ഈ കർവാർ എന്ന് പറയുന്നത് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലേൻ്റെ ആസ്ഥാനമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ കർവാർ കഴിഞ്ഞുടനെ എന്താ കുറച്ച് പോയി കഴിഞ്ഞാൽ തന്നെ ഗോവയിലേക്ക് നമ്മൾ കയറും. ഈ കർവാറിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നഗരം എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം എന്താ പറയുക ഒരു 6-7 കിലോമീറ്റർ മാറിയിട്ടാണ്. ഈ കർവാർ തന്നെ പ്രധാനപ്പെട്ട ബീച്ചുകളൊക്കെ ഉണ്ട്. കർവാർ ബീച്ചും എന്താ പറയുക, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കടൽ തീരും മലനിരകളൊക്കെ എന്താ പറയുക എല്ലാം കൂടി പെട്ടെടുക്കുന്ന ഒരു മനോഹരമായ സ്ഥലം കൂടിയാണ് കർവാർ. ഞങ്ങൾ ഇന്ന് കാർവാറിലെ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് താമസിക്കുന്നത്.
അവിടത്തേക്ക് പോകുന്നതിന് മുന്നേ ഇവിടുന്ന് രാത്രിക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടുമോ നോക്കാം. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. റൈത്ത ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ സവാളയുണ്ട്. ഇതാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി. ഒരെണ്ണത്തിന് 115 രൂപയാണ്. ഭക്ഷണം കഴിച്ച് കാർവാർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് വന്ന് ഇവിടുത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. 2 വീലർ പാർക്കിംഗ് ഒക്കെയാണ് ഈ ഭാഗത്തേക്ക്. അവിടെ ഇപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത പരിപാടി നേരത്തെ തന്നെ പറഞ്ഞല്ലോ, റെയിൽവേ സ്റ്റേഷനിലാണ് താമസിക്കുന്നതെന്ന്. റെയിൽവേൻ്റെ ഡോർമെട്രി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായി. കാർവാറിൽ ഞങ്ങളെടുത്ത ഡോർമെട്രി ഇതാണ്. ഞങ്ങളിവിടെ ഡോർമെട്രി ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ക്യാബിൻ ടൈപ്പിലാണ്. ഇതിവിടെ ഈ ഒരു മുറിയിൽ 3 ബെഡാണുള്ളത്. ഞങ്ങളുടെ 2 പേരുടെ അതാണ്. ഇവിടെയുള്ള ഒരു ആള് രാത്രിക്ക് വരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അന്ന് അസാമിലെ ലംഡിങ്ങിൽ പോയില്ലേ, ആ പോയ സമയത്ത് കിട്ടിയത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വേറെ ഒരാളും കൂടി ഇവിടെ വരുള്ളൂ. പിന്നെ ഇത് AC ഡോർമെട്രി ആണ്. പിന്നെ ഇവിടെ ഒരു ഫാനും കൂടി ഉണ്ട്. അത്യാവശ്യം ഇവിടുത്തെ സൗകര്യം ഇതൊക്കെയാണ്. ഇവിടെ ഒരു മിറർ ഉണ്ട്, TV ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഷെൽഫുണ്ട്. നമുക്ക് ബാഗൊന്നും ലോക്ക് ചെയ്ത് വെക്കാനുള്ളൊരു ഫെസിലിറ്റി ഒന്നുമില്ല. പിന്നെ കോമൺ ബാത്റൂമും ടോയ്ലറ്റും ആണ്. അതൊക്കെ ഇവിടെയാണ് വരുന്നത്. 12 മണിക്കൂർ സമയത്തേക്കാണ് ഞങ്ങൾ ഈ ഡോർമെട്രി ബുക്ക് ചെയ്തത്. അതായത് ഇന്ന് രാത്രി 7 മണി മുതൽ നാളെ രാവിലെ 7 മണി വരെ. ഒരാൾക്ക് 350 രൂപയാണ് ആയത്. 350 രൂപയുടെ ലാഭം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല തന്നെ പറയാം. കാരണം ഇതിന്റെ ഇതേ പൈസയിൽ തന്നെയാണ് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലത്തെ ഡോർമെട്രി ഉള്ളത്. അതിന് ഇതിനെക്കാട്ടും കുറച്ചും കൂടെ പ്രൈവസി ഉണ്ട്. അതായത് ക്യാബിൻ ടൈപ്പിലാണ് അവിടുത്തെ ഡോർമെട്രി വരുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, ഇനിയിപ്പോ നമുക്ക് സ്റ്റേഷന്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞ് നോക്കുവാണെങ്കിലും കറവാർ സിറ്റി നേരത്തെ ഞാൻ പറഞ്ഞു ഓൾറെഡി 6-7 കിലോമീറ്റർ മാറിയിട്ട് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ മംഗളൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കൊങ്കൺ റെയിൽവേയിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോ അടുത്ത ദിവസത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഇവിടുന്ന് 6 മണിക്ക് മഡ്ഗാവിലേക്ക് ഒരു പാസഞ്ചർ പോകുന്നുണ്ട്. അതിന് കയറിയിട്ട് നേരെ മഡ്ഗാവിലേക്ക് പോകും. ശേഷം ഞങ്ങൾ മഡ്ഗാവിൽ നിന്ന് എല്ലാ ദിവസവും നമ്മുടെ മുംബൈ CSTയിലേക്ക് പോകുന്ന മാണ്ഡവി എക്സ്പ്രസിലാണ് ഈ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്ത്യൻ റെയിൽവേയിലത്തെ ഒരു ഫുഡി ട്രെയിനാണത്. അതിലെ കിടിലൻ വ്യത്യസ്തമായ ഫുഡൊക്കെയാണ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ട്രൈ ചെയ്ത് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ പറയുക, മണ്ഡോവി എക്സ്പ്രസിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മനസ്സിലാവുന്നതായിരിക്കും. ബൈ ബൈ.